പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ നാം കാണുന്നത് നാമാൻ രോഗം സുഖപ്പെടുത്തുന്നതിന് ദൈവപുരുഷനായ ഏലിയ പ്രവാചകനെ സമീപിക്കുന്നു, അനുസരിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവിന് മാത്രമേ ഇനി ആരാധിക്കുകയുള്ളൂ എന്നുറച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കായി നാം ദൈവത്തെ സമീപിക്കാറുണ്ട്. എന്നാൽ വചന അടിസ്ഥാന ജീവിതം നയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. ദൈവത്തിന്റെ ഇഷ്ടം വചനത്തിലൂടെ മനസ്സിലാക്കി ജീവിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം അവിശ്വസ്തരായി ഇരുന്നാലും യേശു വിശ്വസ്തനായിരിക്കും. അവിടുന്ന് നമ്മെ നിഷേധിക്കുകയില്ല. കാരണം ദൈവ ആത്മാവ് നമ്മിൽ ജീവിക്കുന്നത് കൊണ്ടും നാം അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതും കൊണ്ട് തന്നെ ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെയും അവരനെയും എത്ര അധികമായി സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു. യേശുവിനോട് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: യേശുവേ, ഗുരുവേ, ഞങ്ങളിൽ കനിയേണമേ. അവരുടെ വിശ്വാസ നിമിത്തം അവർ സുഖം പ്രാപിക്കുന്നുണ്ട്. സൗഖ്യം പ്രാപിച്ച 10 പേരിൽ ഒരുവനായ സമരിയാക്കാരൻ മാത്രമേ യേശുവിനോട് നന്ദി പറയുവാൻ വന്നുള്ളൂ. നാം ദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു കഴിയുമ്പോൾ, അത് ലഭിക്കുമെന്ന് ബോധ്യപ്പെടുമ്പോൾ തന്നെ നന്ദി പറയണമെന്ന് യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. നാം മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവരിലും ഉണ്ടാകട്ടെ. അത് നമ്മൾ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യാം.